നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ലഭിച്ചിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പുതിയ സർക്കാരും തുടരുമോ? എന്തുകൊണ്ടാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷൻ വിതരണം വൈകുന്നത്? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആർക്കെങ്കിലും പെൻഷൻ ലഭിച്ചിരുന്നോ എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്താണ് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപയുടെ പെൻഷൻ പ്രഖ്യാപിച്ചിരുന്നത്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി 2 മാസത്തെ പെൻഷൻ വിതരണമാണ് അന്ന് ലഭിച്ചിരുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷൻ വിതരണം നടന്നിട്ടില്ല. ഏപ്രിൽ മാസങ്ങളിൽ ഇലക്ഷൻ വർക്കുകളും മറ്റുമായി മെയ് മാസങ്ങളിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ടും ഇന്നലെ വരെയും പെൻഷൻ വിതരണം തുടങ്ങിയിട്ടില്ല. ഇനി വിതരണം ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. അതിനിടയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പെൻഷൻ വിതരണം തുടങ്ങിയിട്ടുണ്ടെന്നുള്ള അറിയിപ്പുകളും വന്നിരുന്നു. കുറച്ച് ആൾക്കാർക്കെല്ലാം പെൻഷൻ ലഭിച്ചിരുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എസ് എന്നും അല്ലാത്ത ആൾക്കാർക്ക് നോ എന്നും കമൻറ്റ് ചെയ്യുക. ഏതായാലും സർക്കാർ ഈ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും അതുപോലെ തന്നെ വകുപ്പ് വിഭജനമെല്ലാം കഴിഞ്ഞ ശേഷമാണ് റവന്യൂ വകുപ്പ് മുഖ്യമന്ത്രിക്ക് കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഇതിന് കാരണമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ മാസം 31 തീയതിക്ക് മുമ്പ് തന്നെ പെൻഷൻ വിതരണം തുടങ്ങുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ നമ്മോട് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ടായിരുന്നു. മാസം 2000 രൂപ ലഭിക്കുന്ന വാർദ്ധക്യ വിധവാ പെൻഷൻ പോലത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് പെൻഷൻ ഇപ്പോൾ വിതരണം പൂർത്തിയായിട്ടുണ്ട്. അക്കൗണ്ടിൽ പണം ലഭിക്കുന്ന ആളുകൾക്ക് 2 ദിവസം മുമ്പ് തന്നെ ലഭിച്ചിരുന്നു. പിന്നീട് കൈകളിൽ പണം എത്തിക്കുന്ന ആളുകൾക്ക് ബാങ്കുമായുള്ള ധാരണ എല്ലാം പ്രശ്നങ്ങൾ കാരണം പണം ഇന്നും നിലയുമാണ് എത്തിയിട്ടുള്ളത്. ഇങ്ങനെ നിങ്ങൾക്ക് പണം എത്തിയിട്ടുള്ള ആളുകൾ എത്തിയ കാര്യം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് 2000 രൂപ തികച്ച് ലഭിച്ച ആളുകൾ ആ കാര്യം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഒരുപാട് ആളുകൾക്ക് 1600, 1800 എന്നിങ്ങനെ പല രൂപത്തിലാണ് പണം അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത്. ഏതായാലും അടുത്ത മാസത്തോട് കൂടി തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പെൻഷൻ വിതരണം പൂർണ്ണതോതിൽ നടപ്പിലാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കതിന് കാത്തിരിക്കാം. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഇന്നലത്തെ നയപ്രഖ്യാപനത്തിൽ പെൻഷൻ വിതരണം ഇനി 3000 രൂപയാക്കുമെന്നും പറഞ്ഞിരുന്നു. അത് എന്നു മുതലാണ് വിതരണം തുടങ്ങുമെന്നും സർക്കാർ ഇതുവരെയും ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതുപോലെ ഒരുപാട് ആനുകൂല്യങ്ങളുള്ള വാർത്തകൾ നമ്മുടെ ചാനൽ വരുന്നതാണ്. ഫേസ്ബുക്കിൽ നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ ഇപ്പോൾ തന്നെ ചാനലിന് ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.